ആദ്യം തന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ടത് ഓരോ പാഠഭാഗങ്ങളും അതുപോലെ അത് എഴുതിയ രചയിതാക്കളുമാണ്. ഇപ്പോൾ നമുക്ക് കുറേ കഥാഭാഗങ്ങൾ പഠിക്കാനുണ്ട്, കവിത പഠിക്കാനുണ്ട്. അപ്പോൾ അത് എഴുതിയ ആൾക്കാരുടെ പേരും അത് ഏത് തരം വിഭാഗത്തിൽ വരുന്നു എന്നുള്ള കാര്യവും പഠിച്ചിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ എന്താണ് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു 1-2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്ന് പറയുന്നത് വിജ്ഞാപനമാണ്. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ്. വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റാണ്. അതായത് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ എഴുതണം. ഒരു 8 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് സാധാരണ +1 ഹിന്ദി എക്സാമിനേഷന് ചോദിക്കാറുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് 8 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ് വിജ്ഞാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ എഴുതേണ്ടത് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ കുറച്ച് വാല്യൂസിനെ കുറിച്ചും, അതായത് ഗുണങ്ങളെക്കുറിച്ചും എഴുതണം. പിന്നെ അതിൻ്റെ കുറച്ച് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒരു 4-5 വരി എഴുതിയാൽ തന്നെ നമുക്ക് 8 മാർക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരും അതുപോലെ അതിൻ്റെ സവിശേഷതകളും പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ നമ്മളെന്താണ് താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുക. ഇതാണ് ഒരു ഫോർമാറ്റായിട്ട് പറയുന്നത്. ഫോർമാറ്റ് ഇല്ല, പക്ഷേ നമ്മളെന്താണ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ വരുന്ന ജീവൻ വൃത്തമാണ്. ജീവൻ വൃത്തം എന്ന് പറഞ്ഞാൽ ജീവചരിത്ര കുറിപ്പാണ്. അപ്പോൾ ഒരു പ്രൊഫൈൽ റേറ്റിംഗ് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ സുകേഷ് സാഹ്നിയുടെ ജീവവൃത്തമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിന് പ്രധാനമായിട്ടും എന്താണ് ഒരു ഇതില്ല, ഫോർമാറ്റ് ഇല്ല, പക്ഷേ നമ്മൾ എന്താണ് ചില വേർഡ്സ് അതുപോലെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ എന്താണ് സുകേഷ് സാഹ്നി ഹിന്ദി ലഘുകഥാ ക്ഷേത്ര കി സശക്ത് ഹസ്താക്ഷരി. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സും അതുപോലെ എന്താണ് ഉൻകാ ജന്മ ഹുവാ ഹെ അങ്ങനെയുള്ള വാക്കുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് നമുക്ക് ആരുടെ ജീവനവൃത്തി ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന എന്താണ് വാക്യങ്ങളാണ്, സെൻറ്റൻസുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ജീവനവൃത്തി ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഒരു 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നീട് നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് സൂചന അധികാര പത്രമാണ്. അതായത് 8 മാർക്ക് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സൂചന അധികാര പത്രം എന്ന് പറയുന്നത്. ഇതിനൊരു കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്. അതായത് നമ്മളെന്താണ് വിവരാവകാശ നിയമത്തിലൂടെ നമ്മൾ ചില വിവരങ്ങൾ ആരായുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലെറ്റർ, അതാണ് ശരിക്കും സൂചനാധികാര പത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത് ഇതാണ്. ആദ്യം തന്നെ നമ്മുടെ അഡ്രസ്സ് സേവാമയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കാണ് അയക്കുന്നത് അവരുടെ അഡ്രസ്സ് നമ്മൾ അയക്കുന്നത് സാർവജനിക സൂചനാധികാരിക്കാണ്. പിന്നെ ഒരു അഡ്രസ്സും കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റാമ്പ് പോലെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പേര്, ആവേദികാനാമം, പിന്നെ നമ്മളുടെ എന്താണ് ആവശ്യം എന്താണ്, നമ്മുടെ സ്ഥലം എന്താണ്, അങ്ങനെ കുറച്ച് നമ്മുടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച 3 ചോദ്യങ്ങൾ നമ്മൾ എഴുതണം. അപ്പോൾ ആ 3 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് സൂചനാധികാര പത്രം. ഇത് പഠിച്ചിരിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. അടുത്തതായിട്ട് നോക്കുന്നത് പോസ്റ്ററാണ്. പോസ്റ്റർ നിങ്ങൾക്ക് അറിയാം, സാധാരണ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പോസ്റ്റർ വളരെ സിമ്പിളാണ്. നമ്മളെന്താണ് ഇപ്പോൾ ജുലൂസിൻ്റെ ഒരു നാട്യരൂപാന്തരം നാടകം നടക്കുന്നെങ്കിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പോസ്റ്റർ മെയിനായിട്ട് വരുന്നത് നമ്മുടെ താരീഖ് എഴുതണം, ഡേറ്റ് എഴുതണം, അതുപോലെ പ്ലേസ് എഴുതണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒന്ന് സ്വാഗതം ചെയ്യുക എല്ലാവരെയും. അപ്പോൾ പോസ്റ്ററിന് പോസ്റ്ററൊക്കെ വരക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വൃത്തിയായിട്ട് നല്ല ബോർഡർ ലൈനൊക്കെ വെച്ച് നിങ്ങൾ എഴുതിയാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും, മാർക്കും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുന്നത് ഫിൽമി സമീക്ഷയാണ്. ഫിൽമി സമീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ്. വിവരണം മീൻസ് അതിനെ പറ്റിയിട്ടുള്ള മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിലിമിൻ്റെ സമീക്ഷ അതുപോലെ തന്നെ എഴുതാം. അതുപോലെ തന്നെ എഴുതുക എന്ന് പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു സിനിമയുടെ ഫിൽമി സമീക്ഷ എഴുതുക. ഏതായാലും 8 മാർക്കിനുള്ള ചോദ്യമാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അടുത്തതായിട്ട് ചോദിക്കാറുള്ള ഒന്ന് സമാനാർത്ഥി ശബ്ദമാണ്. ഇത് അത്ര ചോദിച്ചു കണ്ടിട്ടില്ലെങ്കിലും ഇതൊന്ന് നോക്കി നോക്കുക. ചാന്ദ് ഓർ കവി എന്ന് പറഞ്ഞാൽ ആ ഒരു പാഠഭാഗത്തിലെ കവിതയിലെ ചില സമാനാർത്ഥി ശബ്ദമാണ്.
പിന്നെ വരുന്നത് എന്താണ് പാത്രവും അതുപോലെ ഘടനയും നമുക്കെന്താണ് മാച്ച് ചെയ്യാൻ പറയുന്നത്. അത് നമ്മൾ ആനന്ദിക്ക് ഫുൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഒരു പാഠഭാഗത്തു നിന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെക്കുക. ഒരു 2-3 തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യങ്ങളാണ്. പിന്നെ വരുന്നത് സംക്ഷേപണമാണ്. സംക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രസ് എഴുതിയാണ്, അതായത് നമ്മൾ ചുരുക്കി എഴുതുക. ഒരു വലിയൊരു പാരഗ്രാഫ് തരും, അതിനെ നമ്മൾ 1/3 ആക്കിയിട്ട് ചുരുക്കി എഴുതുക. അപ്പോൾ സംക്ഷേപണം ഒരു 6 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചോദിക്കാറുള്ളത്. സംക്ഷേപണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കി തന്നെ എഴുതണം. ഒരു 10 വരിയുള്ള ഒരു ഇതാണ് തരുന്നതെങ്കിൽ നമ്മളതിനെ ഒരു 3 വരിയാക്കിയിട്ടൊക്കെ എഴുതണം. 1/3 ആക്കിയിട്ട് എഴുതണം. അതാണ് നമ്മൾ പ്രസ് അല്ലെങ്കിൽ സംക്ഷേപണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു ഹെഡിങ് കൂടി കൊടുക്കേണ്ടതാണ്. സംക്ഷേപണത്തെ കുറച്ച് എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്ന് വാർത്താലാപാണ്. ആനന്ദിക്ക് പിടിച്ചിടിയാമിൽ വരുന്ന വാർത്താലാപ്, അതായത് മഹിളായും അതുപോലെ സഹായത്തിന് തമ്മിലുള്ള വാർത്താലാപ് ഒന്ന് നോക്കി വെക്കുക. അതായത് കുറേ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്നത് ആത്മകഥാംശമാണ്. അതായത് നമ്മുടെ ആത്മകഥ, അതായത് $20 ആത്മകഥ. ഇതും ഒരു എന്താണ് ഫേവറേറ്റ് ക്വസ്റ്റ്യനാണ് എക്സാമിനേഴ്സിൻ്റെ. അപ്പോൾ ഒന്ന് നോക്കി വെക്കുക, ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ വളരെ സ്കോറിംഗ് ആയിട്ടുള്ള അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് പാരിഭാഷിക ശബ്ദാവലിയാണ്. എല്ലാ എക്സാമിനും 8 മാർക്കിന് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് പാരിഭാഷിക ശബ്ദാവലി. അതായത് ഹിന്ദി വേർഡ്സും ഇംഗ്ലീഷ് വേർഡ്സും ഉണ്ടാകും, അത് നമ്മൾ മാച്ച് ചെയ്ത് എഴുതുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിലൊരു 31 വേർഡ്സാണ് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ 31 പഠിച്ചു വെക്കുക. കാരണം നമുക്ക് എക്സാമിന് വരുമ്പോൾ കാണാതെ എഴുതണമെന്നില്ല, കാരണം തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഈ വേർഡ്സൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഈസി ആയിട്ട് 8 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് വരുന്നത് അനുവാദമാണ്, അതായത് ട്രാൻസ്ലേഷൻ. അതായത് ഇംഗ്ലീഷിൽ കുറച്ച് നമുക്കെന്താണ് കോൺവെർസേഷൻസ് തരും, അത് നമ്മളെന്താണ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അനുവാദം ചെയ്യണം. അപ്പോൾ അതിൽ വരുമ്പോൾ നമ്മളെന്താണ് അതുപോലെ തന്നെ കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും ഏകദേശം ഒക്കെ ശരിയാൽ തന്നെ നമുക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ അനുവാദം ചെയ്യേണ്ടത്. അപ്പോൾ ഇതും ഒരു 4-5 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യങ്ങളാണ് +1 ഹിന്ദി എക്സാമിന് മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ, അതായത് വിജ്ഞാപൻ, പോസ്റ്റർ, വാർത്താലാപ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോർമാറ്റും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം A+ലേക്ക് എത്താനുള്ള ഒരു വകയായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്.